മോളെ കാട്ടുദേവര് കനിഞ്ഞ് തത്തച്ഛന്റെ പുരുഷന് ഞാൻ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നെ കൊല്ലാതെ വിട്ട വീരനല്ലേ മഹനെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ മറ്റാരുമായി ധരിച്ചിരിക്കുകയാണ്. എന്റെ ജീവൻ രക്ഷിച്ച ആളായതുകൊണ്ടാണ് ഇയാൾ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് പൊരിയുന്ന ചട്ടിയും നെരിയുന്ന തീയിൽ വീണിരിക്കുകയാണല്ലോ. ഇല്ല, ഞാൻ വിടില്ല. എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ വിടില്ല. ചതി, വലിയ ചതി. എങ്ങളെ പൊണ്ണെ ചതിച്ച എങ്ങളും വിടില്ല. പിടിച്ചുകെട്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ ഈ പ്രദേശത്തെ ആദ്യമായിട്ട് വരികയാണ്. എന്റെ ദേവനെ, ഈ ഭൂമിയല്ലേ? ഭൂമിയല്ലേ? ഓഹോ, അപ്പോഴിവിടെയും നായകൻ അവനാണല്ലേ? അതേടാ. അപ്പോൾ ഞാൻ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് നിന്റെ പേരിലാണ്, ഗോപി അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ഇന്നിന് സമാധാനം പറയിക്കപ്പെടാ. നീ എന്നെ വിഡ്ഢിയാക്കാനുള്ള ശ്രമമാണ്. നീ എന്നെയല്ലേ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്നത്? എസ്റ്റേറ്റിലെ കൊലപാതകത്തിന്റെ പുറകിൽ നിന്റെ കൈകളല്ലേ? കേശവനെ കൊന്നത് നീയല്ലേ? നീയും ആ ശേഖരന്റെ ആളാണല്ലേ? എന്റെ സഹോദരിയുടെ കുടുംബജീവിതം നീ താറുമാറാക്കി. ഓർമ്മകൾ നശിച്ചൊരു ജീവച്ഛവമായിരിക്കുന്നു ഇന്നെന്റെ പെങ്ങൾ. കുറ്റപത്രമോ? എന്റെ നേർപ്പം. എടാ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു പൊരുതൻ കുറ്റക്കാരെന്ന് പൊരുതി കാമിക്കട്ടെ. ഞാൻ എന്തൊക്കെയാണ് കാണുന്നത്? ഞാൻ എവിടെയാ? നമ്മുടെ കുടുംബം തകർത്ത ദ്രോഹിയാണ് സുശീല. ഇവനാണ് കേശവനെ കൊന്നത്. അല്ല ഗോപി, അല്ല. കേശവനെ കൊന്നത് ഞാനാണ്. സുശീല, എന്നെ ഉപദ്രവിച്ച ശേഖരോട് പകരം ചോദിക്കാൻ രാഘവേട്ടൻ പോയ രാത്രി കേശവൻ വന്നെന്നെ ആക്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് കത്തി അയാളുടെ നെഞ്ചിൽ തുളച്ചു കയറി. സുശീലേ, ശേഖരന്റെ കേശവൻ, അവനെ ഞാൻ
ഗോപി എന്നോട് ക്ഷമിക്കും. സത്യാവസ്ഥ അറിയാതെ ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. ശേഖരനെ എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അവൻ എന്റെയും ശത്രുവാണ്, നിന്റെയും ശത്രുവും. അതെല്ലാം പിന്നെ പറയാം. എനിക്ക് ഉടനെ അത്യാവശ്യമായി എസ്റ്റേറ്റ് വരെ പോകണം, അല്ലെങ്കിൽ എന്റെ രതി അപകടത്തിലാവും.